ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രഗ് പ്രസൻറ്റേഷൻ എങ്ങനെ എഴുതാമെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇത് നമുക്ക് സെക്കൻഡ് സെമ്മ് കഴിഞ്ഞ് തേർഡ് സെമ്മിലൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു മോഡലും അതെങ്ങനെ എഴുതണം എന്നുള്ള രീതി മാത്രമേ ഞാൻ കാണിച്ചിരുന്നു. ഇപ്പോൾ ഡ്രഗ് പ്രസൻറ്റേഷൻ എഴുതുന്നതിന് ഒരു ഓർഡർ വരുന്നുണ്ട്. ആ ഓർഡറും ഇതിനകത്ത് എഴുതിയതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹെഡിങ് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഡ്രഗ് പ്രസൻറ്റേഷൻ പ്ലാൻ ഓൺ ദി ഡ്രഗിൻ്റെ പേരെന്താണോ അത്. അപ്പോൾ എൻ്റെ ഡ്രഗ് ഇവിടെ ഇനോക്സാപാരിനാണ്. അപ്പോൾ ഞാൻ ഇനോക്സാപാരിന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അകത്ത് നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ്, അവിടെ നമ്മുടെ പേര്, നെയിം ഓഫ് ദി ഡ്രഗ്, നമ്മുടെ ഡ്രഗ് ഏതാണോ അതിൻ്റെ പേര്, പിന്നെ ഇയർ, നമ്മൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നുള്ളത്, പിന്നെ വെന്യൂ, നമ്മൾ എവിടെയാണ് എടുക്കുന്നത് എന്നുള്ളത്, ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര സമയം വെച്ചിട്ടാണ് എടുക്കുന്നത് എന്നുള്ളത്. പൊതുവേ 30 മിനിറ്റാണ് നമുക്ക് ഡ്രഗ് പ്രസൻറ്റേഷൻ എല്ലാം എഴുതിയിട്ടുള്ളത്. മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കില്ലേ അത്. പിന്നെ AVDs യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലാഷ് കാർഡ്സ് ചിലപ്പോൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ചാർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡേറ്റ്, ടൈം, പ്രീവിയസ് നോളജൊക്കെ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ എങ്ങനെയാണോ എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇവിടെ എഴുതാനുള്ളത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംശയമുള്ളവർ വേണമെങ്കിൽ അതൊന്ന് കണ്ടിട്ട് നോക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്ന ഹെഡിങ് ജനറൽ ഒബ്ജക്റ്റീവ്സ്. ഇതിനകത്ത് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന അവിടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു നമ്മുടെ ഡ്രഗിനെ പറ്റിയിട്ട് കുഞ്ഞു വിവരണം. അതായത് ഇപ്പോൾ ഇതിൽ പറയുന്നത് നമ്മൾ ഈ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ഈ നമ്മൾ ആർക്കാണ് എടുത്തു കൊടുക്കുന്നത് അവർക്ക് ഇത്രയും കാര്യങ്ങൾ അറിയും, അല്ലെങ്കിൽ ഈ ഡ്രഗിനെ പറ്റി അറിയാൻ പറ്റുന്നൊക്കെയാണ് അതിൽ. പിന്നെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആണെങ്കിൽ ഈ കോളം കണ്ടില്ലേ, ഈ താഴെയുള്ള ഇൻട്രൊഡക്ഷൻ്റെ ഇപ്പുറത്ത് വരുന്നത്, അതിൽ നമ്മൾ എന്താണോ എഴുതുന്നത് അതാണ് ഇവിടെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിൽ എഴുതുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് ദ ഡ്രഗ് ഇനോക്സാപാരിൻ, അതാണ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിൽ എഴുതുന്നത്. ഇപ്പോൾ ഡെഫിനിഷൻ ആണെങ്കിൽ ഡിഫൈൻ ദ ഡ്രഗ് ഇനോക്സാപാരിൻ, അങ്ങനെയാണ് എഴുതുന്നത്. ഇതിലെല്ലാതും എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മോഡൽ നോക്കാം. പിന്നെ ടീച്ചേഴ്സ് ആക്ടിവിറ്റി, ലേണേഴ്സ് ആക്ടിവിറ്റി, AVDs, ഇവാലുവേഷനൊക്കെയാണ് വരുന്നത്. ഇവാലുവേഷൻ ആണെങ്കിൽ നമ്മൾ WHO ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഞാൻ അടുത്ത പേജിൽ കാണിച്ചുതരാം. എന്നിട്ട് ആദ്യത്തെ പേജിൽ നമ്മൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ എഴുതി. ഡ്രഗ് ബുക്കൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഡ്രഗ് ബുക്കിനകത്ത് ഏകദേശം എല്ലാ ഡീറ്റെയിൽസും കാണും. അതായത് ഇപ്പോൾ നമ്മുടെ ലൈബ്രറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രഗ് ബുക്ക് കിട്ടും. പിന്നെ ഈ ഡെഫിനിഷനൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്നെങ്കിൽ ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഡ്രഗ് ബുക്കൊക്കെ എടുക്കുമ്പോൾ അതിൽ ഓരോ ഡ്രഗിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഡെഫിനിഷൻ, അത് കഴിഞ്ഞിട്ട് ഫാർമക്കോളജിക്കൽ നെയിം, പിന്നെ അതിൻ്റെ ബ്രാൻഡ് നെയിം, ഈ കാര്യങ്ങളൊക്കെയാണ് എഴുതുന്നത്. ഇതല്ലാതെ നമുക്ക് ഡ്രഗ് ബുക്ക് എടുത്ത എല്ലാ ഡീറ്റെയിൽസും അതിൽ നിന്ന് കിട്ടും. ഡോസ്, റൂട്ട്, കോൺട്രാ ഇൻഡിക്കേഷൻ, സൈഡ് എഫക്ട്സ്, നഴ്സസ് റോൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡ്രഗ് ബുക്കിൽ നിന്ന് കിട്ടുന്നതാണ്. അത് ഡ്രഗ് ബുക്കിൽ നിന്ന് എല്ലാതും കിട്ടും. പക്ഷേ നമുക്ക് എഴുതേണ്ട ഒരു മെത്തേഡ്, അതായത് നമ്മളിപ്പോൾ പേപ്പറിൽ എഴുതി സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിനൊരു മെത്തേഡ് ഉണ്ടല്ലോ, അത് മാത്രമാണ് ഇതായിട്ട് വരുന്നത്. ഈ ഡോസൊക്കെ എഴുതുന്ന സമയത്ത് ഓരോ പേഴ്സൺസിനും, അതായത് ഇപ്പോൾ ചിൽഡ്രൻസ്, അഡൾട്ട്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഡോസാവും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വേണം ഡോസും, പിന്നെ അതുപോലെ തന്നെ ഏത് റൂട്ട് വഴിയാണ് നമ്മൾ മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മരുന്ന് ഇഞ്ചക്ഷൻ ആണോ ടാബ്ലറ്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ എഴുതണം. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഇൻഡിക്കേഷൻ, കോൺട്രാ ഇൻഡിക്കേഷൻ, അതായത് ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ആർക്കൊക്കെ കൊടുക്കണം, കോൺട്രാ ഇൻഡിക്കേഷൻ ആണെങ്കിൽ ആർക്കൊക്കെ കൊടുത്തുകൂടാ, പിന്നെ ഈ മരുന്ന് കൊടുത്താലുള്ള സൈഡ് എഫക്ട്സ്, അതായത് സൈഡ് എഫക്ട്സ് ഒക്കെ എഴുതുന്ന സമയത്ത് ഓരോ സിസ്റ്റം വൈസ് ആയിട്ട് വേണം എഴുതാൻ. ഇപ്പോൾ ആദ്യം CNS ആണെങ്കിൽ, അതായത് ഇപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം ആണെങ്കിൽ എന്തൊക്കെ വരും, ഫറ്റീക്ക്, ഡിസ്നെസ്, അങ്ങനത്തെ അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം വൈസ് വേണം എഴുതാൻ. എല്ലാതും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് ഫോമാറ്റും എഴുതിയ രീതിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കിയിട്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. പിന്നെ മെയിനായിട്ട് എഴുതേണ്ട ഒരു സാധനമാണ് ഈ നഴ്സസ് റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മളൊക്കെ നഴ്സിംഗ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് എങ്ങനെയാണ് അതായത് ഇപ്പോൾ നമ്മളൊരു ഡ്രഗ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കറക്റ്റ് പേഷ്യൻ്റ്, കറക്റ്റ് ഡോസ്, റൂട്ട്, നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ 10 റൈറ്റ്സ് ഓഫ് ഡ്രഗ്സ് നഴ്സിംഗ് ഫൗണ്ടേഷനിൽ. അപ്പോൾ അങ്ങനത്തെ നഴ്സസ് റെസ്പോൺസിബിലിറ്റിയിൽ ഒരു 10 പോയിൻ്റെങ്കിലും മിനിമം എഴുതും. അതാണ് ലാസ്റ്റ് എഴുതേണ്ടത്. പിന്നെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് സിസ്റ്റം വൈസ് എഴുതണം, അത് ഇതുപോലെയാണ് എഴുതേണ്ടത്. പിന്നെ ലാസ്റ്റ് നമ്മൾ റീക്യാപിറ്റുലൈസേഷൻ പറയുന്നുണ്ട്. അതിൽ നമ്മൾ നമ്മുടെ ഇവാലുവേഷൻ കോളത്തിൽ എഴുതിയിട്ടുള്ള WHO ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻസാണ് അവിടെ പെറുക്കി എടുത്ത് എഴുതേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ, ബിബ്ലിയോഗ്രഫി, അതിന് മുമ്പ് ജസ്റ്റ് ഒരു സമ്മറി, ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ബിബ്ലിയോഗ്രഫി എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം ആരാണോ ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്, ഏതൊക്കെ ഓതേഴ്സാണ് ബുക്കിൻ്റെന്ന് ആദ്യം എഴുതണം. അത് എഴുതിയതിനു ശേഷം പിന്നെ ബുക്കിൻ്റെ പേര്, അത് കഴിഞ്ഞിട്ട് പിന്നെ ബുക്ക് എത്രാമത്തെ എഡിഷനാണ്, അതായത് ചില ബുക്കിന് എഡിഷൻസ് കാണില്ല, ചിലപ്പോൾ ഫസ്റ്റ് എഡിഷൻ, സെക്കൻഡ് എഡിഷൻ അങ്ങനെ കാണും. അപ്പോൾ ഏത് എഡിഷനാണ്, അത് കഴിഞ്ഞിട്ട് ഏത് കമ്പനീസാണ് അതിനെ പബ്ലിഷ് ചെയ്തേക്കുന്നത്, പബ്ലിഷേഴ്സിൻ്റെ നെയിം, അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ഈ പേജ് നമ്പർ എഴുതുന്നത്. ഇതാണ് നമ്മുടെ ബിബ്ലിയോഗ്രഫി എഴുതാനുള്ളൊരു രീതി എന്ന് പറയുന്നത്.
ബിബ്ലിയോഗ്രഫി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയുമ്പോൾ മാക്സിമം ഒരു 2-3 ബുക്കൊക്കെ റെഫറൻസ് ആയിട്ട് എഴുതി വെക്കുക. അതായത് ഇപ്പോൾ നിങ്ങളെല്ലാ ബുക്കിൽ നിന്നും എടുത്ത് പെറുക്കി എഴുതണമെന്നൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ആ സെയിം ഡ്രഗ് വരുന്ന ഒരു 3-4 ബുക്ക് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒരു ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ റെഫറൻസ് ഇതുപോലെ എഴുതി വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം.